ഒരു ഡയറക്ടർ ഒരു സെറ്റിൽ എങ്ങനെയായിരിക്കണം എന്ന് കരിയർ സാറിനെ കണ്ടു വേണം പഠിക്കാൻ. കാര്യം സാറ് സെറ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സാറിൻ്റെ ശബ്ദമല്ലാതെ വേറൊരു ശബ്ദം നമ്മളവിടെ കേൾക്കില്ല. പുള്ളിയാണ് ക്യാപ്റ്റൻ. പുള്ളിക്കപ്പുറം പുള്ളി ഒരു ഈച്ച പോലും പറക്കണമെങ്കിൽ സാറിൻ്റെ അനുവാദം എന്നുള്ളതാണ് അവസ്ഥ. നമസ്കാരം. പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ശ്രീ എം പത്മകുമാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. അദ്ദേഹത്തെക്കുറിച്ച്, അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. സിനിമ ഭാഗ്യപരീക്ഷണങ്ങളുടെ വേദിയാണെന്നാണ് പറയുന്നത്. ആ മതിലുകളൊക്കെ ചാടിക്കിടന്ന് എങ്ങനെയാണ് ഇതുവരെ എത്തിയത്? തിരിച്ച് ഇപ്പം ആലോചിക്കുമ്പോൾ അതും എനിക്കും തന്നെ ഭയങ്കര ഒരു അതിശയമായിട്ടാണ് എനിക്ക് തോന്നാറുള്ളത്. കാര്യം പാലക്കാട് എന്ന് പറയുന്ന സ്ഥലം, പാലക്കാട് ഒരു മുണ്ടൂർ എന്ന് പറയുന്ന ഒരു കുഗ്രാമത്തിൽ നിന്ന്, അവിടെ സിനിമക്കാരോ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരും ഇല്ല. മുണ്ടൂർ സേതുമാധവൻ എന്ന് പറയുന്ന ഒരു പേര് കേട്ട എഴുത്തുകാരുണ്ട്, മുണ്ടൂർ കൃഷ്ണകുട്ടിയുണ്ട്. പിന്നെ വലിയ സിനിമയായിട്ട് ബന്ധമുള്ള, കലയായിട്ട് ബന്ധമുള്ള ആൾക്കാർ വളരെ കുറവാണ് അവിടെ. അവിടുന്ന് ഞാൻ ഒറ്റയ്ക്ക് ഒരു വണ്ടി പിടിച്ച് മദ്രാസിൽ പോയി ഡോക്ടർ ബാലകൃഷ്ണൻ എന്ന് പറയുന്ന അന്നത്തെ തിരക്കഥാകൃത്ത്, സംവിധായകൻ, നിർമ്മാതാവ് എന്ന രീതിയിലൊക്കെ വളരെ പേര് കേട്ട അദ്ദേഹത്തെ പോയി കണ്ട്, അദ്ദേഹം സത്യനന്ദിക്കാട്, പി ചന്ദ്രകുമാർ, അങ്ങനെ കുറേ ഹരിഹരൻ സാറിൻ്റെ ഒക്കെ കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള ആളാണ്. അവരെ സിനിമയിലേക്ക് കൊണ്ടുവരാൻ വളരെയധികം സഹായിച്ചിട്ടുള്ള ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തെ പോയി കണ്ടിട്ട് ഒരു തിരക്കഥ, ഞാൻ എഴുതിയ ഒരു പാതി ആയ ഒരു തിരക്കഥ അദ്ദേഹത്തിന് ഏൽപ്പിച്ചു. അദ്ദേഹം അത് വായിച്ചിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറഞ്ഞു. കംപ്ലീറ്റ് ചെയ്തിട്ട് പുള്ളിയാണ് എന്നെ ഡയറക്ഷനിലേക്ക്, നീ ഡയറക്ഷൻ പഠിക്കും, തിരക്കഥ നിൽക്കട്ടെ, തിരക്കഥയൊക്കെ കൊള്ളാം, പക്ഷേ ഡയറക്ഷൻ പഠിക്കുന്ന പറഞ്ഞിട്ട് എന്നെ ഹരിഹരൻ സാറിനെ പരിചയപ്പെടുന്നത്. അങ്ങനെ ഞാൻ എന്തോ ഒരു ഭാഗ്യം കൊണ്ട് ഈ പറഞ്ഞ പോലെ എല്ലാം കൃത്യമായിട്ട് ഇങ്ങനെ വന്നു ചേർന്നുകൊണ്ട് സിനിമയിൽ എത്തിപ്പെട്ടു. അസിസ്റ്റന്റ് ഡയറക്ടറായി. ഹരിഹരൻ സാറിനെ ഇഷ്ടപ്പെട്ടുകൊണ്ട് ഹരിഹരൻ സാറിൻ്റെ കൂടെ 2-3 കൂടെ വർക്ക് ചെയ്യാൻ പറ്റി. അവിടെ ശശിയേട്ടനിലേക്ക് എത്തി, പിന്നെ ഷാജി കൈലാസിലേക്ക് എത്തി, രഞ്ജിത്തുമായിട്ട് പരിചയപ്പെട്ടു, രഞ്ജിത്തിൻ്റെ കൂടെ കുറേ വർക്ക് ചെയ്തു. അങ്ങനെ രഞ്ജിത്തിൻ്റെ ഒരു പ്രേരണ കൊണ്ട് തന്നെ ഞാനൊരു സംവിധായകനായി. അങ്ങനെ ഒരു ജീവിതമായിരുന്നു അത്. ഞാൻ തീരുമാനിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടായതൊന്നുമല്ല. ഈ മതിലുകൾ ചാടിക്കിടക്കാന്ന് പറഞ്ഞാൽ ആരൊക്കെ എന്നെ പിടിച്ച് കയറ്റി അങ്ങോട്ട് മറിച്ചിട്ടാണ്, അല്ല ഞാൻ ചാടിക്കിടന്നതല്ല. ഈ ഡോക്ടർ ബാലകൃഷ്ണൻ ചെന്നൈയിലാണോ അതോ കേരളത്തിൽ? ചെന്നൈയിൽ പോയിട്ട് ചെന്നൈയിൽ ഒരു ക്ലിനിക്ക് ഉണ്ടായിരുന്നു, അണ്ണാനഗറിൽ. അവിടെ പോയിട്ട് ഞാൻ അദ്ദേഹത്തിനെ കണ്ടിട്ട് തിരക്കഥ ഏൽപ്പിക്കുകയാണ് ചെയ്തത്. അത് ഞാൻ വിചാരിക്കുകയും, ഞാൻ ഇവിടുത്തെ കയറി പോകുമ്പോൾ എൻ്റെ ധാരണ എന്ന് വെച്ചാൽ, ഞാൻ അതിന് മുമ്പ് കുറച്ച് റേഡിയോ നാടകങ്ങളൊക്കെ എഴുതിയിരുന്നു. സ്കൂൾ പഠിക്കുമ്പോൾ ചെറുകഥകൾ സ്കൂൾ ലെവലിൽ, ജില്ലാ തലത്തിൽ വരെ എത്തിയിട്ടുണ്ട്, അത്രേ ഉള്ളൂ. ഒന്നും പബ്ലിഷ് ചെയ്തിട്ടൊന്നുമില്ല. റേഡിയോ നാടകങ്ങൾ എഴുതിയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ നിലയത്തിന് വേണ്ടിയിട്ട് ഒരു 8-10 നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് വെച്ചൊരു തിരക്കഥ എഴുതി. എൻ്റെ ധാരണ തിരക്കഥയും കൊണ്ട് പോകുന്നു, ഡോക്ടർ ബാലകൃഷ്ണൻ കാണുന്നു, തിരക്കഥ ഉടനെ സിനിമയാക്കാന്ന് പറയുന്നു. ഞാനങ്ങനെ 6-7 മാസം കൊണ്ട് ഞാനൊരു തിരക്കഥാകൃത്തായി മാറുന്നു എന്നൊക്കെയായിരുന്നു എൻ്റെ ധാരണ. പക്ഷെ തിരക്കഥ കൊടുത്ത് പുള്ളി പറഞ്ഞു, ഞാൻ കുറച്ച് തിരക്കിലാണ്, പുള്ളി എന്ന് തിരക്കുള്ള ഒരു ഡോക്ടറും കൂടെയാണ് അവിടെ. അപ്പം എന്നോട് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് കാണാൻ തോന്നുന്നു. അങ്ങനെ ഞാൻ 2 ആഴ്ച അവിടെ പല സ്ഥലത്തും കറങ്ങി തിരിച്ച് ചെന്നൈയിൽ എന്ന് വെച്ചാൽ പരിചയമുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ പോയി അവിടെ താമസിച്ച് 2 ആഴ്ച കഴിഞ്ഞ് പോയപ്പോൾ പുള്ളി അത് വായിച്ചു, ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാൻ പറഞ്ഞു. ഞാൻ ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെയും ചെന്നൈയിൽ കണ്ടിന്യൂ ചെയ്തു. അവിടെ താമസിച്ചത് കംപ്ലീറ്റ് ചെയ്തു, കൊണ്ടു കൊടുത്തു. പുള്ളി ഇത് വായിച്ചു. എന്നിട്ട് ഇതിന് ശേഷം അദ്ദേഹമാണ് എന്നെ ഈ സംവിധാനം എന്ന മേഖലയിലേക്ക് കടത്തിവിടുന്നത്. പ്രശസ്ത സംവിധായകരായ ഹരിഹരൻ, ഐ ശശി, ഷാജി കൈലാസ്, രഞ്ജിത്ത്, ഇവരുടെയൊക്കെ കൂടെ ധാരാളം സിനിമകളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആരുടെ ശൈലിയാണ് കൂടുതൽ താല്പര്യം തോന്നിയത്? അങ്ങനെ ഒരാളുടെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരാളുടെ നമുക്ക് പറയാൻ പറ്റില്ല. 4 പേർക്ക് 4 രീതികളുണ്ട്. 4ഉം നമുക്കൊരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റാത്ത രീതികളാണ്. അതായത് ഹരിഹരൻ സാറിൻ്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ, ഒരു ഡയറക്ടർ ഒരു സെറ്റിൽ എങ്ങനെയായിരിക്കണം എന്ന് ഹരിഹരൻ സാറിനെ കണ്ടു വേണം പഠിക്കാൻ. കാര്യം സാറ് സെറ്റിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ സാറിൻ്റെ ശബ്ദമല്ലാതെ വേറൊരു ശബ്ദം നമ്മളവിടെ കേൾക്കില്ല. പുള്ളിയാണ് ക്യാപ്റ്റൻ. പുള്ളിക്കപ്പുറം പുള്ളി ഒരു ഈച്ച പോലും പറക്കണമെങ്കിൽ സാറിൻ്റെ അനുവാദം എന്നുള്ളതാണ് അവസ്ഥ. അതാണ് ഹരിഹരൻ സാർ എന്ന് പറയുന്ന ഒരു ഡയറക്ടറുടെ ശക്തി എന്ന് പറയുന്നത്. ശശിയേട്ടൻ അങ്ങനെയല്ല. ശശിയുടെ സെറ്റിൽ, ഹരിഹരൻ സാറിൻ്റെ സെറ്റിലത്തെ പോലെ അച്ചടക്കമില്ല. പക്ഷേ അച്ചടക്കം ഇല്ലെന്നല്ല, പക്ഷെ അത്രയും ഒരു ആ ക്യാരക്ടറല്ല ശശിയുടെ ക്യാരക്ടർ. ഇല്ല. പക്ഷേ ശശിയേട്ടൻ്റെ വർക്കിനോടുള്ള ആത്മാർത്ഥം എന്ന് പറഞ്ഞാൽ, നമ്മൾ ആദ്യത്തെ സിനിമ ചെയ്യുന്ന ഒരു ഡയറക്ടറുടെ ആ ഉത്സാഹത്തോടും ആർജവത്തോടും കൂടിയാണ് പുള്ളി ഓരോ സിനിമയും ചെയ്യുന്നത്. ഞാൻ പുള്ളിയോട് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അന്ന് എന്തായാലും ഒരു 70-80 സിനിമ പുള്ളി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ നമ്മൾ പോകുമ്പോൾ ഞാൻ കാണുന്ന ആദ്യത്തെ സിനിമ ചെയ്യുന്ന ഒരു ഡയറക്ടറുടെ ആ ആവേശമാണ് പുള്ളിക്ക് ഓരോ സിനിമയോടുള്ളത്. അത് ശശിയേട്ടനിൽ മാത്രം കാണാൻ പറ്റുന്ന ഒന്നാണ്. അതുമാത്രമല്ല, ശശിയേട്ടൻ്റെ ഫ്രെയിമുകൾ, ഇത്രയും വലിയ ആർട്ടിസ്റ്റുകളും, ഒരു ഫ്രെയിമിൽ തന്നെ 8-10 ആർട്ടിസ്റ്റുകളും പിന്നെ ഇത്രയും ജൂനിയർ ആർട്ടിസ്റ്റുകൾ വെച്ചിട്ടുള്ള ഫ്രെയിമുകളൊക്കെ വേറൊരാൾക്ക് ഇത്രയും അനായാസമായിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. അത് ഞാൻ ദേവാസുരം ചെയ്യുമ്പോഴും ഇൻസ്പെക്ടർ വളർന്നൊക്കെ ചെയ്യുമ്പോഴൊക്കെ ഞാൻ ഞെട്ടിപ്പോയിട്ടുണ്ട്. വേറെ ഏതെങ്കിലും ഡയറക്ടറൊക്കെ ആയിരുന്നു അത് ഞാൻ വർക്ക് ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ വർക്ക് ചെയ്ത സിനിമകളിൽ ചില സമയത്ത് വേറെ വല്ല ഡയറക്ടേഴ്സ് ആയിരുന്നെങ്കിൽ ഷൂട്ടിംഗ് പാക്കപ്പ് ചെയ്ത് പോയേനെ, ഈ ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ. പക്ഷെ പുള്ളി വളരെ കൂളായിട്ട് അത് ഹാൻഡിൽ ചെയ്ത് ഷൂട്ട് ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞെട്ടിപ്പോയിട്ടുള്ള അനുഭവങ്ങളാണ്.
അപ്പോൾ ഷാജി കലാസിൻ്റെ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഷാജിയേട്ടനൊക്കെ വയ്ക്കുന്ന ഫ്രെയിമുകൾ, ഷോർട്സ്, ഷാജി കലാസ് ഈ പറഞ്ഞ പോലെ ഹരിഹർ സാറിൻ്റെ കാര്യം പറഞ്ഞ പോലെ സെറ്റിനകത്ത് ഭയങ്കര അച്ചടക്കം പാലിക്കുന്ന ഒരാളാണ് ഷാജി കലാസ്. സെറ്റിൽ വന്നു കഴിഞ്ഞാൽ തന്നെ മൊത്തം സെറ്റ് മലട്ടാവുന്ന ഒരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഷോർട്സ് നമ്മൾ ഞെട്ടിപ്പോകും. നമ്മളെങ്ങനെയാണ് ഈ ഷോർട്സ് എങ്ങനെയാണ് പുള്ളി കമ്പോസ് ചെയ്യുന്നത് എന്നുള്ള ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത, നമുക്ക് ഊഹിക്കാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്. രഞ്ജിയുടെ കാര്യമാണെങ്കിൽ രഞ്ജി ഭയങ്കര അനായാസമായിട്ടാണ് ഷൂട്ട് ചെയ്യുന്നത്. അതായത് മറ്റുള്ളവരെ പോലെ ഒന്നും ഭയങ്കര പ്രിപ്പറേഷനോ ഭയങ്കരമായിട്ട് അതിനെപ്പറ്റി ആലോചിച്ച് പ്ലാൻ ചെയ്ത പരിപാടിയൊന്നുമില്ല. രഞ്ജി മനസ്സിൽ തോന്നുന്നത് അപ്പോൾ ഷൂട്ട് ചെയ്യണം. അതൊന്നും നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഈ ഓരോ സീനും എങ്ങനെയായിരിക്കും ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നമുക്ക് ഒരിക്കലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ ചിന്തിക്കുന്നതിൻ്റെ അപ്പുറത്ത് വേറൊരു രീതിയിലാണ് രഞ്ജി എപ്പോഴും ഷൂട്ട് ചെയ്യുന്നത്. അങ്ങനെ 4 പേരിൽ നിന്നും 4 തരത്തിലുള്ള അനുഭവങ്ങളും പാഠങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടുണ്ട്. അമ്മക്കിളിക്കൂട് എന്ന സിനിമയിലാണ് തുടക്കം. ആ സിനിമയിലെ ആശയത്തിന് അന്നും ഇന്നും പ്രസക്തിയുണ്ട്. എങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തിയത്? ഞാൻ ഒരു സിനിമയിൽ ജോയിൻ ചെയ്യുന്ന സമയത്തൊന്നും ഈ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് ജോയിൻ ചെയ്യുമ്പോൾ തന്നെ ഞാൻ നാളെ പെട്ടെന്ന് ഡയറക്ടർ ആവണം, സിനിമ ചെയ്യണമെന്നൊന്നും മനസ്സിൽ ചിന്തയുണ്ടായിരുന്നില്ല. അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് അടുത്ത അസോസിയേറ്റ് ഡയറക്ടറായി. പിന്നെ എപ്പോൾ സിനിമ ഡയറക്റ്റ് ചെയ്യണമെന്ന് പോലും എനിക്കൊരു ധാരണ ഉണ്ടായിരുന്നില്ല. ഞാൻ ഇതിൻ്റെ ഒരു ഓളത്തിൽ ഇങ്ങനെ ഇവരുടെ കൂടെ വർക്ക് ചെയ്ത് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ രഞ്ജിയാണ് എന്നെ ഒരു ഡയറക്ടറാക്കാൻ വേണ്ടിയിട്ട് അടുത്ത പടം ഡയറക്റ്റ് ചെയ്യാൻ. രഞ്ജി രാവണപ്രഭു ഡയറക്റ്റ് ചെയ്യുന്ന സമയത്ത് അടുത്തൊരു സ്ക്രിപ്റ്റ് ഞാൻ തരാം, നീ ഡയറക്റ്റ് ചെയ്യാമെന്ന് അങ്ങനെ ഒരു ധാരണ എൻ്റെ ഉണ്ടാക്കുന്ന രഞ്ജിയാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളിങ്ങനെ കുറേ കഥകൾ സംസാരിച്ചു. എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ സബ്ജക്ട്സ് പറഞ്ഞു. എല്ലാം നല്ല രസമുള്ള കൊമേഴ്ഷ്യലായിട്ടുള്ള സബ്ജക്റ്റുകളാണ്. അപ്പോഴാണ് ഒരു ദിവസം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രഞ്ജിയാണ് പറയുന്നത്, നമ്മൾ മലയാള സിനിമയെ സംബന്ധിച്ച് മലയാള സിനിമയിൽ ഒരുപാട് സംവിധായകരുണ്ട്, ഒരുപാട് സിനിമകൾ ഓരോ വർഷവും വരുന്നുണ്ട്. അപ്പോൾ ഒരു പുതിയ സംവിധായകൻ സിനിമയിലേക്ക് വരണമെങ്കിൽ പുതിയതായിട്ട് എന്തെങ്കിലും കൊണ്ടുവരണം. ഒന്ന് പുതിയതായിട്ട് എന്തെങ്കിലും വേണം, അല്ലെങ്കിൽ ഒരു പുതിയ സന്ദേശം സൊസൈറ്റിക്ക് നൽകാൻ ആ സംവിധായകന് കഴിയണം. അല്ലാണ്ട് ഒരു സംവിധായകൻ വന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. അങ്ങനെയാണ് നമ്മളൊരു നല്ല സിനിമ എന്നൊരു ആശയത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ പല സിനിമകൾ ആലോചിച്ച കൂട്ടത്തിലാണ് ഇങ്ങനെ ഒരു വിഷയം നമുക്ക് സിനിമയ്ക്ക് ഉണ്ടാവും. ഇതൊരു നല്ല മെസ്സേജുള്ളൊരു സിനിമയാണ്, സൊസൈറ്റിക്ക് നമുക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ലൊരു സന്ദേശമാണത്. അപ്പം അങ്ങനെ ഒരു സിനിമ എന്നുള്ള ആലോചനയിലാണ് അമ്മക്കിളിക്കൂടിലേക്ക് എത്തിയത്. ആ അമ്മക്കിളിക്കൂടിൽ നമ്മൾ പ്രതിപാദിച്ച വിഷയത്തിൻ്റെ ഒരു സീരിയസ്നെസ് എങ്ങനെ നമുക്കത് പറയാൻ പറ്റും? അതെ, അത് കാര്യം ഉണ്ടാവും. ഈ പറഞ്ഞ പോലെ അന്നും ഇന്നും വളരെയധികം റെലവൻ്റ് ആയിട്ടുള്ളൊരു വിഷയമാണത്. കാര്യം നമ്മൾ സൊസൈറ്റിയിൽ നിന്ന്, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് എപ്പോഴും പുറത്താക്കപ്പെടുന്ന അമ്മമാരെ കുറിച്ചിട്ടുള്ളൊരു വിഷയമാണല്ലോ അത്. അപ്പോൾ അത് നമ്മളിങ്ങനെ പല സംഭവങ്ങൾ ആലോചിച്ച കൂട്ടത്തിൽ ഇങ്ങനെ ഒരു വിഷയം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? കാര്യം അന്ന് ഇത്രയും ഓൾറേജ് ഹോംവർക്ക് ഒരുപാടുണ്ട് അന്നും. പക്ഷേ ഇത്രയും നമ്മൾ അതിനെപ്പറ്റി ബോധവാന്മാരായിരുന്നില്ല. ഒരുപാട് ആളുകൾക്ക് അതിനെപ്പറ്റി അറിയുമായിരുന്നില്ല. അപ്പം അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമായിരിക്കും എന്ന് നമ്മൾ തീരുമാനിച്ചു. അങ്ങനെ അതിൻ്റെ അടിസ്ഥാനത്തിൽ കുറേ ഓൾഡേജ് ഹോമുകൾ ഞങ്ങൾ കാണാൻ പോയിരുന്നു. അടുത്ത അനുഭവങ്ങൾ എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി കാണാൻ വേണ്ടി ഞാനും രഞ്ജിയുടെ അനിയൻ രഘുവാണ് അത് പ്രൊഡ്യൂസ് ചെയ്തത്. ഞങ്ങൾ രണ്ടുപേരും കുറച്ച് പേരും കൂടെ എല്ലാവരും കൂടെ ചേർന്നിട്ട് കുറച്ച് ഓൾഡേജ് ഹോമുകൾ കാണാൻ പോയി. അവിടെയൊക്കെ നമുക്കുണ്ടായ കുറേ അനുഭവങ്ങൾ, കുറേ യഥാർത്ഥ അനുഭവങ്ങൾ, പല അമ്മമാരുടെയും ജീവിത രീതിയുടെ അനുഭവങ്ങളൊക്കെ നമ്മളെ സംബന്ധിച്ച് വളരെയധികം എന്താ പറയുക, നമ്മൾ അത് ഉൾക്കൊണ്ടുകൊണ്ട് ആ സിനിമ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് ആ സിനിമയെ സംബന്ധിച്ച്. മനസ്സിനെ തൊടുന്ന ആ ഒരവസ്ഥ അത്രയും ശക്തമായി സിനിമയിൽ അവതരിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. പറ്റിയിട്ടില്ല, ഒരിക്കലും പറ്റിയിട്ടില്ല എന്ന് വെച്ചാൽ ഒരിക്കലും സിനിമയിൽ അത്രയും ചിത്രീകരിക്കാൻ പറ്റുമായിരുന്നില്ല. കാര്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ സിനിമ ഭയങ്കര ഡാർക്കായി പോകുന്നു. കാര്യം അവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ ഒരു 90% അമ്മമാരുടെയും ജീവിതം അത്രയും വേദനയും യാതനയും നിറഞ്ഞാണ്. അത്രയും നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത്രയും സങ്കടം സിനിമയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ സിനിമ ഒരുപക്ഷെ നമ്മളെ സിനിമ ഒരു പ്ലസൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. നമുക്ക് കൂടുതൽ ഇത്രയും വേദനകളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊരു പ്ലസൻ്റ് ആയിട്ടുള്ള സിനിമയാണ്. പക്ഷെ നമ്മൾ കണ്ട പല ഈ വൃദ്ധസദനങ്ങളിലും നമ്മൾ കണ്ടിട്ടുള്ള അമ്മമാരുടെ ഉള്ളിൽ അത്രയൊരു സന്തോഷം അവരുണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ സിനിമയിൽ നമ്മൾ സംഭവിച്ച പോലെ അത്രയും സന്തോഷം അവരിൽ ഒരിക്കലും ഉണ്ടാവുന്നില്ല എന്നുള്ളതാണ് സത്യം, യാഥാർത്ഥ്യം. ഒരു സിനിമ കഴിഞ്ഞ് അടുത്ത സിനിമയിലേക്ക് എത്താൻ വലിയ ഇടവേളകൾ ഉണ്ടാവുന്നുണ്ടല്ലോ. ശരിക്കു പറഞ്ഞാൽ ഇതുവരെ ചെയ്ത സിനിമകളുടെ ഗ്രാഫ് പരിശോധിച്ചാൽ അങ്ങനെ വരേണ്ട കാര്യമില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? പെട്ടെന്ന് എന്തെങ്കിലും ഒരു സിനിമ ചെയ്യണം എന്ന് താല്പര്യമില്ല. അപ്പോൾ നമ്മൾ അടുത്ത സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു നല്ല ഒരു കഥ കിട്ടി, അതിൻ്റെ തിരക്കഥ ഉണ്ടാക്കി, നമ്മൾ ആർട്ടിസ്റ്റിനെ പോയി കണ്ട് ഒരു ഡേറ്റ് കിട്ടി, പ്രൊഡക്ഷൻ ഉണ്ടാക്കി വരുമ്പോൾ ഈ സമയം എടുക്കും. പിന്നെ പല ആൾക്കാരും ചെയ്യുന്നത് ഒരു സിനിമ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അടുത്ത സിനിമയുടെ പരിപാടിയിലേക്ക് കിടക്കുക, അതിൻ്റെ കഥകൾ ഉണ്ടാക്കുക, അതിനുവേണ്ടി പ്രൊഡ്യൂസറെ കണ്ടെത്തുക, ആർട്ടിസ്റ്റിനെ കണ്ടെത്തുക എന്നുള്ള കാര്യങ്ങൾ പലരും ചെയ്യാറുണ്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ പൊതുവെ ചെയ്യുന്നത് ഒരു സിനിമ കഴിഞ്ഞിട്ട് അടുത്ത സിനിമയുടെ കാര്യങ്ങളിലേക്ക് കിടക്കുക എന്നുള്ളതാണ്. അപ്പം അങ്ങനെ വരുന്ന ഒരു കാലതാമസമാണ്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും സിനിമകൾ പലവട്ടം ചെയ്തു. വ്യക്തിപരമായി അവരോട് നല്ല അടുപ്പമുണ്ടായിട്ടും എന്തുകൊണ്ടാണ് അവരുടെ സിനിമകൾ ചെയ്യാൻ ശ്രമിക്കാത്തത്? പേഴ്സണൽ ബന്ധങ്ങൾ വേറെ, സിനിമ വേറെ. ഇപ്പോൾ നമ്മളൊരു മമ്മൂക്കയുടെ അടുത്തോ ലാലിൻ്റെ അടുത്തോ രാജുവിൻ്റെ അടുത്തോ ഒരു കഥ പറയണമെങ്കിൽ അവർക്ക് പറ്റുന്നൊരു കഥ കിട്ടണം. അത് നല്ല തിരക്കഥയായിരിക്കണം, അവരത് ഇഷ്ടപ്പെടണം. അവർക്ക്
അവരെ സംബന്ധിച്ച് അവരൊരു ഡേറ്റ് കിട്ടിയ ഒരു പ്രൊഡ്യൂസർ ഉണ്ടാകുന്നത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. പ്രൊഡ്യൂസർക്ക് വേണ്ടി നമ്മൾ അലഞ്ഞ് നടക്കേണ്ട ആവശ്യം വരില്ല. പക്ഷെ അത് അവരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ ഒരു പ്രോസസ്സാണ്. പ്രോസസ്സ് എന്ന് വെച്ചാൽ വേറൊന്നുമല്ല, നമുക്ക് ഇഷ്ടപ്പെടണം. നമ്മൾ ഈ കഥ ഇഷ്ടപ്പെട്ട് ഈ കഥ അവർക്ക് കേട്ടാൽ അവർക്ക് നല്ലതായിരിക്കും, അവർക്ക് ചെയ്യാൻ ആപ്റ്റ് അവർ തന്നെയാണ് നമുക്ക് തോന്നണം, അതിന് പറ്റിയൊരു തിരക്കഥ ഉണ്ടാവണം. അത് കിട്ടാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ്. അതുകൊണ്ട് അവർക്ക് എത്തിപ്പെടാൻ ഇപ്പോഴും ബുദ്ധിമുട്ടൊന്നുമില്ല, എത്തിപ്പെടാൻ പറ്റും. പക്ഷേ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു സാധനം തിരക്കഥകൾ കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടാണ്. പല കഥകളും നമ്മൾ കേൾക്കുമ്പോൾ നല്ല കഥയാണ്, നമുക്കിത് ചെയ്യാമെന്ന് തോന്നാറുണ്ട്. പക്ഷേ നമ്മൾ ത്രില്ലടിപ്പിക്കുന്ന ഒരു എലമെൻ്റ് അതിനകത്ത് പലപ്പോഴും ഉണ്ടാവാറില്ല. നമ്മൾ കഥ കേട്ട് കഴിഞ്ഞാൽ അന്ന് കേൾക്കുമ്പോൾ നല്ല കഥയാണ്, നമുക്ക് ഇഷ്ടപ്പെടും. വൈകുന്നേരം വേറൊരു കഥ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ ഈ കഥ മറന്നു പോകും. അപ്പം അങ്ങനെ മറക്കാൻ പറ്റാത്ത, നമ്മളൊരു കഥ കേട്ട് കഴിഞ്ഞാൽ ഈ കഥ സിനിമയാക്കിയേ പറ്റൂ, ഇത് നമ്മൾ സിനിമയാക്കിയിട്ടേ അടങ്ങൂ എന്ന് പറയുന്ന ഒരു വാശി നമുക്കുണ്ടാവണം. അത്തരമൊരു കഥകൾ കിട്ടണം. ഈ കഥ തീർച്ചയായിട്ടും സിനിമ ആവേണ്ടതാണ്, സിനിമയാക്കിയേ പറ്റൂ, സിനിമ ജനങ്ങളെ നമ്മൾ കാണിക്കണം, അത് നമ്മളുടെ ഒരു കഴിവ് അതിനകത്ത് കാണിക്കാൻ അതിലൂടെ പറ്റണം എന്ന് പറയുന്ന ഒരു ത്രില്ല് നമുക്ക് ഉണ്ടാവണം കഥ കേൾക്കുമ്പോൾ. പരുന്ത് എന്ന സിനിമയിലെ നായകൻ മമ്മൂക്കയാണ്. മമ്മൂക്ക അഭിനയിക്കുന്ന ആദ്യ സിനിമയും പരുന്തായിരിക്കും. ആ സിനിമ ചെയ്യുമ്പോൾ ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ്? ഇല്ല, മമ്മൂക്കായിട്ട് ഞാൻ അതിന് മുമ്പ് കുറേ പടങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ. അപ്പോൾ മമ്മൂക്കായിട്ട് നമുക്ക് അതിൻ്റെ നല്ലൊരു അടുത്ത മാനസിക ബന്ധമുണ്ട്. മമ്മൂക്കൊക്കെ നമ്മൾ അപരിചിതനല്ല, ഒരു പുതിയൊരു ഡയറക്ടർ വരുന്ന പോലെയല്ല. പിന്നെ മമ്മൂക്കയുടെ അടുത്ത് ഞാൻ ഈ ഒരു സിനിമ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് മമ്മൂക്കയുടെ അടുത്ത് പോകുമ്പോൾ റസാക്കിൻ്റെ ഒരു കഥയായിട്ടാണ് ഞാൻ പോകുന്നത്. അപ്പോൾ റസാക്കും റസാക്കും മമ്മൂക്കായിട്ട് നല്ല ബന്ധമാണ്. പുള്ളി നമുക്ക് സന്തോഷത്തോടെ ചെയ്യാമെന്ന് പറഞ്ഞു. പിന്നെ ഈ പറഞ്ഞ പോലെ അത് കഥ ഇഷ്ടപ്പെട്ട തിരക്കഥയായിട്ട് വരാൻ തന്നെ ഏതാണ്ട് 2 വർഷം എടുത്തു. 2 വർഷത്തിൻ്റെ എടുത്തിട്ടാണ് നമ്മളത് സിനിമ ഷൂട്ട് തുടങ്ങാൻ 2 വർഷത്തോളം എടുത്തു, കഥ ഓക്കെ എന്ന് പറഞ്ഞ ശേഷം. കാര്യം പറഞ്ഞ പോലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു കഥയായിരുന്നു. ആ കഥ നമ്മൾ എഴുതി മാറ്റി തിരിച്ചെഴുതി അങ്ങനെ കുറേ എഴുതിയിട്ടാണ് ആ സിനിമ അങ്ങനെ ഒരു രൂപത്തിലെത്തിയത്. പക്ഷെ എങ്കിൽ പോലും ആ സിനിമ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ എത്തിക്കാൻ പറ്റിയില്ല എന്ന് പറയുന്നൊരു സത്യമാണ്. അതിൻ്റെ ഏറ്റവും വലിയ സന്തോഷമുള്ള കാര്യം വെച്ചാൽ സിനിമ നമുക്ക് ഇഷ്ടപ്പെട്ട സിനിമയാണ്, ഇഷ്ടപ്പെട്ട നല്ല വിഷയമായിരുന്നു. വളരെ അപൂർവം, നമുക്ക് അങ്ങനെ അധികം ചെയ്യാത്തൊരു ക്യാരക്ടറായിരുന്നു. ഒരു നെഗറ്റീവായിട്ടുള്ള നമുക്ക് ഒരു പലിശക്കാരൻ്റെ നെഗറ്റീവായിട്ടുള്ള സമൂഹത്തിൽ നെഗറ്റിവിറ്റിയോടെ നോക്കിക്കാണുന്ന ഒരു പലിശക്കാരൻ്റെ കഥയാണ്. നമുക്ക് ആദ്യമായി ചെയ്യുന്ന നെഗറ്റീവ് വേഷമാണ് പരുന്ത് അല്ലേ? അതെ, അതെ. അപ്പം അടുത്ത കാലത്ത് നമുക്ക് അങ്ങനെ ചെയ്തതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല. ഇല്ല. അപ്പം അത് നമുക്കൊക്കെ ഇഷ്ടപ്പെട്ടു. സിനിമ അങ്ങനെ ഒരു ബോക്സ് ഓഫീസിൻ്റെ ഒരു സക്സസ് ഒന്നും ആയിരുന്നില്ല. ആ സിനിമ കഴിഞ്ഞിട്ട്, സിനിമയുടെ സമയത്തുള്ള അനുഭവങ്ങളല്ല, എനിക്ക് അതിനേക്കാൾ കൂടുതൽ പറയാനുള്ളത് അത് കഴിഞ്ഞിട്ടുള്ള അനുഭവമാണ്. അതായത് സിനിമ കഴിഞ്ഞിട്ട് നമുക്ക് മായാബസാർ എന്ന സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ, പൊള്ളാച്ചി ഷൂട്ട് നടക്കണം. ഈ സിനിമ റിലീസ് കഴിഞ്ഞിട്ട് ഞാനവിടെ മമ്മൂക്കേനെ കാണാൻ വേണ്ടി പോകുന്നു. കാണാൻ പോകുമ്പോൾ മമ്മൂക്ക വളരെ സന്തോഷത്തോടെ, അതായത് മമ്മൂക്കയുടെ സിനിമ ഞാൻ ചെയ്തു, ആ സിനിമ പരാജയപ്പെട്ടു, ബോക്സ് ഓഫീസിൽ പരാജയപ്പെട്ട ഒരു സിനിമയുടെ സംവിധായകനെ സ്വീകരിക്കുന്ന പോലെയല്ല മമ്മൂക്കനെ സ്വീകരിച്ചത്. മമ്മൂക്കനെ കെട്ടിപ്പിടിച്ച് സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, എടാ നമ്മളൊരു നല്ല സിനിമ ചെയ്തു, ആൾക്കാർക്ക് വേണ്ടെങ്കിൽ പോട്ടെ, നമുക്ക് ആ സിനിമ നല്ല സിനിമയാണ്, നമുക്ക് വേറെ സിനിമ ചെയ്യാത്രേ ഉള്ളൂ, അതിനെപ്പറ്റി വിഷമിക്കേണ്ട കാര്യമില്ല, യാതൊരു ടെൻഷനും വേണ്ട. നമുക്ക് വളരെ സ്നേഹത്തോടെ സന്തോഷത്തോടെ എന്നെ സ്വീകരിച്ചു. അതൊരു വലിയൊരു, എന്നെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. ലാലേട്ടനുമായി ചെയ്തിട്ടുള്ളതൊക്കെ വലിയ പടങ്ങളാണ്, അത് വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കുമല്ലോ. പരുന്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഷിക്കാർ ചെയ്യുന്നത്. ലാലേട്ടൻ്റെ സിനിമകൾ വർക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഭയങ്കര ജോവിയൽ മൂഡാണ് എല്ലാവർക്കും പൊതുവേ. പക്ഷെ നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ 6-ാം നമ്പറിനൊക്കെ ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഷാജി കൈലാസിൻ്റെ സിനിമയാണ്, നമ്മളവിടെ ഈ പറഞ്ഞ എല്ലാവരും ഭയങ്കര അലർട്ടായിരിക്കും. മറ്റേ ഹരിഹരൻ സാറിൻ്റെ സിനിമ ചെയ്യുന്ന പോലെ തന്നെയാണ്. നമ്മൾ വളരെ കൂളായിട്ട് സിനിമ ചെയ്യാൻ പറ്റില്ല. നമ്മുടെ ജോലി നമ്മൾ പെർഫെക്റ്റ് ആയിരിക്കണം. അപ്പം അങ്ങനെ ഒരു കാര്യം, അത് നിർബന്ധമാണ് അവിടെ. അപ്പം അതിൻ്റെ ഒരു ടെൻഷൻ എപ്പോഴും ഉണ്ടാവും. എങ്കിൽ പോലും നമ്മൾ രഞ്ജിത്തിൻ്റെ സ്ക്രിപ്റ്റാണ്, ലാലേട്ടനെ അഭിനയിക്കുന്നത് പറയുമ്പോൾ അതിനകത്ത് നമുക്ക് ഒരു എന്താ പറയുക, ഒരു സേഫ് സോൺ ഉണ്ട്, നമുക്ക് രസമായിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് അതെല്ലാം നമ്മൾ അന്ന് ടെൻഷൻ ഉണ്ടെങ്കിൽ പോലും ഇന്ന് ആലോചിക്കുമ്പോൾ അത് വളരെ രസമുള്ള അനുഭവങ്ങളായിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. വാസ്തവം ഒരു നല്ല സിനിമയായിരുന്നു. പൃഥ്വിരാജിന് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. അത് കഴിഞ്ഞ് ജോജു ജോർജിന് മികച്ച നടനുള്ള സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഇവിടെ പത്മകുമാർ എന്ന സംവിധായകൻ തഴയപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട്? ഒരിക്കലുമില്ല. ഈ നിലയിൽ മലയാള സിനിമയിൽ ഇത്രയെങ്കിലും ഒരു അവസ്ഥയിലേക്ക് ഞാൻ എത്തിപ്പെടുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഒരാളല്ല. അങ്ങനെ വലിയ അംബിഷൻസ് ഒന്നും എനിക്കൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ അവസ്ഥയിൽ ഞാൻ വളരെ ഹാപ്പിയാണ്. പിന്നെ ഇത്രയും സിനിമകൾ ചെയ്യാൻ പറ്റി, പ്രത്യേകിച്ചും വാസ്തവം പോലുള്ള സിനിമയും ജോസഫ് പോലുള്ള സിനിമയും പിന്നെ മാമാങ്കം പോലെ ഇത്രയും വലിയ ബഡ്ജറ്റിൽ വലിയ സിനിമയൊക്കെ ചെയ്യാൻ പറ്റിയെന്ന് പറയുന്നത് ഒരു വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. പിന്നെ തഴയപ്പെട്ടു എന്ന് പറയുന്നത് ഒരു അർത്ഥത്തിലും ശരിയല്ല. കാര്യം എനിക്കിപ്പോഴും ഏതൊരു മമ്മൂക്കയുടെ അടുത്തോ അല്ലെങ്കിൽ ലാൽസാറിൻ്റെ അടുത്തോ പൃഥ്വിരാജിൻ്റെ അടുത്തോ ആരുടെ അടുത്തും പോയി കഥ പറയാനുള്ള, അവരെ വെച്ചൊരു സിനിമ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം എനിക്കിപ്പോഴും ഉണ്ട്. ഞാൻ ആ സ്വാതന്ത്ര്യം പലപ്പോഴും ഉപയോഗിക്കുന്നില്ല എന്ന് പറയുന്നതാണ് സത്യം. കാര്യം
അവരുടെ അടുത്ത് പോയി ഒരു സിനിമ കഥ പറയണം, കഥ പറഞ്ഞ് അതിൻ്റെ തിരക്കഥ ഉണ്ടാക്കണം, അവർക്ക് ഇഷ്ടപ്പെടുത്തണം, പ്രൊഡക്ഷൻ ഉണ്ടാക്കണം. അതിൻ്റെ പുറകെ ഒരു വലിയ പ്രോസസ്സാണ്. അപ്പോൾ അതിനേക്കാൾ എളുപ്പത്തിൽ നടക്കുന്ന സിനിമകൾക്ക് വേണ്ടി ഞാൻ അതിൻ്റെ പുറകെ പോകുന്നു, സിനിമ ചെയ്യുന്നതല്ലാതെ അതിനുവേണ്ടി ഞാൻ മെനക്കെടാത്തതുകൊണ്ടാണ്. അതൊരു അവരുടെ ഒരു കുറ്റമോ കുറവോ എന്നെ തഴഞ്ഞതായിട്ടോ അല്ലെങ്കിൽ എന്നെ അവഗണിക്കുന്നതായിട്ടോ എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നാനും പാടില്ല, ശരിയല്ല.